നമുക്കറിയാം പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേന പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ്. പാകിസ്ഥാനിൽ എങ്ങും പൊട്ടിത്തെറികൾ മാത്രം. അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ സേനയെ കിലോമീറ്ററുകളോളം താലിബാൻ സേന തുരത്തി ഓടിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. വൻതോതിലുള്ള ആക്രമണം. പാകിസ്ഥാൻ ഒരിക്കലും ഇത്തരം ഒരു ആക്രമണം താലിബാന്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചതല്ല. താലിബാൻ അത്ര വലിയ ഒരു സേനാ വിഭാഗമൊന്നുമല്ല. ആധുനികമായ ആയുധങ്ങളുടെ കുറവ് വലുതായിട്ടുണ്ട്. പക്ഷേ താലിബാന്റെ സേനയുടെ എണ്ണം അല്ലെങ്കിൽ മിലിറ്ററിയുടെ എണ്ണം വളരെയധികമാണ്. എങ്കിൽ പോലും അവർ പരമ്പരാഗതമായ പല ആയുധങ്ങൾ, മോർട്ടാർ ഷെല്ലുകൾ, അതുപോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സൂയിസൈഡ് ബോംബർമാർ തുടങ്ങി അത്തരത്തിലുള്ള ആക്രമണ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ആക്രമണം നടത്തി വന്നത്. എന്നാൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി പാകിസ്ഥാന് നേരെ താലിബാൻ നടത്തുന്ന ആക്രമണം അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചു. കാരണം ഏറ്റവും ആധുനികമായ ബോംബുകൾ, ഏറ്റവും ആധുനികമായ റോക്കറ്റുകൾ, ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള അറ്റാക്ക്, അങ്ങനെ പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് താലിബാൻ നടത്തിയത്. ഇവിടെയാണ് പാകിസ്ഥാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയത്. 2021 അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്തതിനു ശേഷം ആദ്യമായിട്ടായിരുന്നു ഈ സന്ദർശനം. ഈ സന്ദർശനത്തിന് പിന്നാലെ താലിബാന്റെ വിദേശകാര്യ മന്ത്രി തിരികെ പോകുമ്പോൾ 20ഓളം ആംബുലൻസുകളാണ് അകമ്പടിയായി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. എന്തിനായിരുന്നു ഈ ആംബുലൻസ്? അന്ന് തന്നെ പലർക്കും സംശയം തോന്നി, എന്തായിരുന്നു ആംബുലൻസിൽ? എന്നാൽ അന്ന് ഇക്കാര്യം വളരെ ഗൗരവമായി ആരും എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. താലിബാൻ വിദേശകാര്യ മന്ത്രിക്കൊപ്പം ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ ആംബുലൻസുകളിൽ എന്തായിരുന്നു? ആ ആംബുലൻസുകളിൽ ഇന്ത്യയുടെ വജ്രായുധങ്ങൾ നിറച്ചുകൊണ്ടാണ് താലിബാൻ വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയത്. ആ വജ്രായുധങ്ങൾ ഇതാ ഇപ്പോൾ പാകിസ്ഥാന്റെ നെഞ്ചത്തിട്ട് പൊട്ടിക്കുകയാണ്. പാകിസ്ഥാന്റെ നെഞ്ചകം പിളർക്കുകയാണ് ഇപ്പോൾ താലിബാൻ സേന. ഇന്ത്യക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, പാകിസ്ഥാനെ അടപടലം പൂട്ടിക്കുക. വർഷങ്ങളായി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയിൽ തീവ്രവാദത്തിനും ചുക്കാൻ പിടിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനെ എങ്ങനെയും അസ്ഥിരപ്പെടുത്തുക, ആ രാജ്യത്തിനെ ഇല്ലാതാക്കുക, ഇത് മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇന്ത്യ ആയുധങ്ങൾ നൽകും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നു. പാകിസ്ഥാന്റെ മുകളിൽ, പാകിസ്ഥാൻ എന്ന രാജ്യത്തിനുള്ളിലുള്ള പ്രധാനപ്പെട്ട എല്ലായിടങ്ങളും ഇന്ത്യയുടെ സാറ്റലൈറ്റ് മാപ്പിംഗിൽ പതിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ നിതാന്തമായി പാകിസ്ഥാൻ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഏതൊക്കെ മേഖലകളിൽ പാകിസ്ഥാനെ അടിക്കണമെന്നുള്ള കൃത്യമായ സാറ്റലൈറ്റ് വിവരങ്ങളടക്കം, ഇന്റലിജൻസ് വിവരങ്ങളടക്കം ഇന്ത്യ താലിബാന് കൈമാറി എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം കൃത്യമായ ആക്രമണം. താലിബാനെ പോലത്തെ ഒരു സേന എന്നുള്ളത് കാടടച്ച് വെടിവെക്കുന്നത് പോലെയാണ് ആക്രമണം നടത്തുക. പക്ഷേ ഇപ്പോഴത്തെ താലിബാന്റെ ആക്രമണം അങ്ങനെയല്ല. വളരെ കൃത്യമായിട്ടുള്ള പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ, സൈനിക പോസ്റ്റുകളെ, ട്രെയിനിങ് ക്യാമ്പുകളെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതിരൂക്ഷമായ ആക്രമണത്തിനെയാണ് പിന്നിൽ ഇന്ത്യ ആണെന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല.